കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 580. സൂറത്തുൽ ഹിജർ ആയത്തുകൾ 1 മുതൽ 21 വരെ, പേജ് നമ്പർ 906. സൂറത്തുൽ ഹിജർ, ഹിജർ 15, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 99. മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ പൊതു സ്വഭാവം തന്നെ ഈ സൂറത്തിനും. സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ രാജ്യമായ ഹിജറിനെ പറ്റി 80-ാം വചനത്തിൽ പരാമർശമുണ്ട്. ആയത്തുകൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين إنا نحن نزلنا الذكر وإنا له لحافظون ولقد أرسلنا من قبلك في شيع الأولين وما يأتيهم من رسول إلا كانوا به يستهزئون كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون ولقد جعلنا في السماء بروجا وزيناها للناظرين وحفظناها من كل شيطان رجيم إلا من استرق السمع فاتبعه شهاب مبين والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون وجعلنا لكم فيها معايش ومن لستم له برازقين وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 581. സൂറത്തുൽ ഹിജർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. പേജ് നമ്പർ 906, ആയത്ത് 1. അലിഫ് ലാം റോ.
തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. അലിഫ് ലാം റ. ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന ഇത്തരം കേവലാക്ഷരങ്ങളെ കുറിച്ച് സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ പറഞ്ഞത് വായിക്കുക. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. വേദഗ്രന്ഥത്തിലെയും സ്പഷ്ടമാക്കുന്ന ഖുർആനിലെയും ആയത്തുകളാണിത്. കാര്യങ്ങൾ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുള്ള പരമ പരിശുദ്ധ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ആയത്ത് 2. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. നിഷേധികളായിട്ടുള്ളവർ തങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകും. ഇത് ചേർത്തോതുമ്പോൾ ആദ്യത്തെ ആയത്തും ഈ രണ്ടാമത്തെ ആയത്തും കൂടെ ചേർത്തോതുമ്പോൾ വഖുർആനിൻ മുബീനിർ റുബമാ എന്ന് വരും. പരലോകത്ത് മുസ്ലിങ്ങളുടെ സുഖസ്ഥിതി കാണുമ്പോൾ അവിശ്വാസികൾ അവരുടെ തെറ്റിനെപ്പറ്റി ഖേദിക്കുകയും ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് കൊതിക്കുകയും ചെയ്യും. ആയത്ത് 3. ദർഹും യഅ്കുലൂ. അവരെ വിട്ടേക്കുക, അവർ തിന്നുകൊള്ളട്ടെ. വയതമത്തഊ. അവർ സുഖമനുഭവിക്കുകയും ചെയ്തുകൊള്ളട്ടെ. വയുൽഹിഹിമുൽ അമൽ. വ്യാമോഹം അവരെ അശ്രദ്ധരാക്കുകയും ചെയ്തുകൊള്ളട്ടെ. ഫസൗഫ യഅലമൂൻ. എന്നാൽ പിന്നീട് അവരറിഞ്ഞുകൊള്ളും. ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തയ്യാറില്ലാത്തവർ നേർമാർഗം സ്വീകരിക്കുമെന്ന് ആശിക്കേണ്ട. താൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, മരണശേഷം എന്ത് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി ഗൗരവമായി ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യരെത്രയാണ്. അത്തരത്തിലുള്ളവർ മൃഗങ്ങളെപ്പോലെ യഥേഷ്ടം തിന്ന് കുടിച്ച് മതിച്ച് സുഖിച്ച് രസിച്ച് കുറച്ചു കാലം ജീവിച്ചു കൊള്ളട്ടെ. അതിര് കവിഞ്ഞ മനോരാജ്യവുമായി ശ്രദ്ധയില്ലാതെ അങ്ങനെ കഴിഞ്ഞുകൂടട്ടെ. അതിൻ്റെ ഭവിഷ്യത്ത് അടുത്തു തന്നെ അവരറിഞ്ഞുകൊള്ളും. പേജ് നമ്പർ 907. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ. ആയത്ത് 4. ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. ഇല്ലാ വലഹാ കിതാബും മഅലൂം. അറിയപ്പെട്ട ഒരു അവധി അതിന് നൽകപ്പെട്ടതല്ലാതെ. മുൻകൂട്ടി നാം അറിഞ്ഞ് എഴുതി രേഖപ്പെടുത്തിയതനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട ആ സമയത്ത് തന്നെയാണ് ഏതൊരു നാടും നശിപ്പിച്ചത്. ആയത്ത് 5. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ. ഒരു സമുദായവും അവരുടെ അവധിയെ മുൻകടക്കുകയില്ല. വമാ യസ്തഖിറൂൻ. അവർ പിന്തുകയുമില്ല. സമുദായത്തിൻ്റെ നാശത്തിന് നിശ്ചയിക്കപ്പെട്ട സമയം മുന്നോട്ടോ പിന്നോട്ടോ അശേഷവും തെറ്റുകയില്ല. ആയത്ത് 6. വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു. അവർ പറഞ്ഞു, ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ, ഇന്നക ലമജ്നൂൻ. നിശ്ചയമായും നീ ഭ്രാന്തൻ തന്നെ. സത്യം ഉപദേശിക്കുന്നവനെ പറ്റി ഭ്രാന്തൻ എന്ന് വിളിക്കൽ സത്യനിഷേധികളായ ദുർജനങ്ങളുടെ സ്വഭാവമാണ്. യാതൊരു മറുപടിയും നൽകാൻ കഴിയാതെ വിഷമിച്ച് മനപ്രയാസം അനുഭവപ്പെടുമ്പോൾ സ്വയം ആശ്വാസം കൊള്ളുവാൻ വേണ്ടി പറയുന്നതാണിത്. ഇത് ഇന്നും എന്നും സത്യനിഷേധികളുടെ സ്വഭാവമാണിത്. ആയത്ത് 7. ലൗ മാ തഅതീനാ ബിൽ മലായികതി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ മലക്കുകളെ കൊണ്ടുവരാത്തതെന്ത് എന്നും അവർ പറഞ്ഞു. പ്രവാചകനോടൊപ്പം മലക്കുകൾ വേണമെന്നാവശ്യം. ആയത്ത് 8. മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ്. ന്യായമായ കാരണത്താലല്ലാതെ നാം മലക്കുകളെ ഇറക്കുകയില്ല. വമാ കാനൂ ഇദം മുൻദരിൻ. മലക്കുകളെ നാം ഇറക്കിയാൽ അവർ അവധി അനുവദിക്കപ്പെടുന്നവരും ആകെയില്ല. അള്ളാഹു, മലക്കുകൾ, ഷൈത്താൻ ഇതെല്ലാം ഗൈബിയായ അദൃശ്യമായ അഥവാ അഭൗതികമായ കാര്യങ്ങളാണ്. അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് അഥവാ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളവ വിശ്വാസം വേണമെന്ന് പറയുന്നത്. അദൃശ്യമായത് ദൃശ്യമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. അവിശ്വാസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നാൽ ഈ ദുർവാശിക്കാരുടെ സംശയം എങ്ങനെ തീരും? ഇത് മലക്കാണോ മനുഷ്യരാണോ എന്ന സംശയം തുടരുകയേ ഉള്ളൂ. അൻആം 9. കൂടാതെ സത്യം അറിയാൻ യാതൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്, വെറുതെ തർക്കം പറയുകയാണ്. അതനുസരിച്ച് മലക്കുകൾ വന്നാൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ ക്ഷണം ഇവരെ നശിപ്പിക്കേണ്ടതായി വരും. ഇവരെ അങ്ങനെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. കെ ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 586.
2, സൂറത്തുൽ ഹിജ്ർ ആയത്ത് 9, പേജ് നമ്പർ 907. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നിശ്ചയമായും നാം തന്നെയാണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നത്. പേജ് 908. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായും നാം തന്നെ അത് സംരക്ഷിക്കുന്നവരുമാകുന്നു. തൗറാത്ത്, ഇഞ്ചീൽ എന്നിങ്ങനെ ലോകത്ത് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ തനതായ നിലയിൽ അവശേഷിച്ചിട്ടില്ല. അവതരിപ്പിക്കപ്പെട്ട അതേ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്ന് അതിൻ്റെ വക്താക്കൾ തന്നെ അവകാശപ്പെടുന്നുമില്ല. ദൈവിക ഗ്രന്ഥമാണെന്ന നിലയിൽ അവയ്ക്കൊന്നും സ്ഥാനമില്ല. ദൈവിക ഗ്രന്ഥമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാകുന്നു. അവതരിക്കപ്പെട്ട അതേ അവസ്ഥയിൽ ഒരു മാറ്റവും കൂടാതെ ഒരക്ഷരത്തിന് പോലും ഒരു വ്യത്യാസവും വരാതെ അവശേഷിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാകുന്നു. അതിൻ്റെ ഉടയവൻ ആ നിലക്ക് സംരക്ഷണം ഏറ്റെടുത്തത് കൊണ്ടാണത്. നാം ആണത് സംരക്ഷിക്കുന്നവൻ എന്നിവിടെ ആധികാരികമായി പ്രഖ്യാപിക്കുന്നു. ഈ ബഹുവചനത്തിന് പൂജക ബഹുവചനം എന്ന് പറയുന്നു. അതായത് എണ്ണപ്പെരുപ്പം ഇവിടെയില്ല, ഒരുവൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ സ്വന്തം നിലപാടിനെ അത്യുന്നതമായി ഉയർത്തിക്കാണിച്ച് ആധികാരികമായി പറയുന്നതാണ്. അത് സൂചിപ്പിച്ചിട്ടാണ് നാം എന്ന് പറഞ്ഞത്. പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളിൽ മാറ്റം വരുത്തലായിരുന്നു പിശാചിൻ്റെ മിത്രങ്ങൾ ചെയ്തിരുന്നത്. അവരുടെ ഇഷ്ടാനുസരണം പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കിയിട്ടുള്ള പലതിലും ദൈവവചനമല്ലെന്ന് സ്വയം സാക്ഷ്യം വഹിക്കുന്ന പലതും കാണുന്നുണ്ട്. വിശ്വാസികൾക്ക് അത് കണ്ടാൽ തന്നെ അത് ദൈവവചനമല്ലെന്ന് സ്വയം ബോധ്യപ്പെടുന്ന പലതുമുണ്ട്. ലൂത്ത് നബിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ 2 പുത്രിമാർ വീഞ്ഞു കുടിപ്പിച്ചു. അദ്ദേഹം മത്തുപിടിച്ചു. ആ പുത്രിമാരിൽ അശ്ലീലം ചെയ്തു എന്ന് ബൈബിളിൽ പറഞ്ഞു. മനുഷ്യർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകനെ അയക്കുക, പ്രവാചകൻ മേൽപ്രകാരം ചെയ്യുക. മനുഷ്യർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ആ വിവരം പറയുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ചെയ്യുന്നത് വിരോധമില്ല എന്നല്ലേ? അങ്ങനെയുള്ളൊരു പുസ്തകം വായനശാലയിൽ പോലും വെക്കാൻ പാടില്ല. അപ്പോൾ അതിനെ മതഗ്രന്ഥമായി അംഗീകരിക്കുന്ന സമുദായം എങ്ങനെ നന്നാകും? ഇങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അതായത് അത് നിലവിലുള്ള തൗറാത്ത്, ഇഞ്ചീൽ അത് മനുഷ്യരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇല്ല. അത് ഒരിക്കലും അവലംബാർഹമല്ല എന്നതാണ് ഈ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ കാലമായപ്പോൾ വാക്യങ്ങൾ മാറ്റാൻ സമ്മതിക്കുകയില്ലെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിച്ചു. അപ്പോൾ പരമദുഷ്ടന്മാരായ പിശാചിൻ്റെ അനുയായികൾ അർത്ഥം മാറ്റുന്ന വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പിശാചിൻ്റെ തന്ത്രം ബലഹീനം തന്നെയെങ്കിലും ഭയങ്കരമാണ്. നേർമാർഗം ആഗ്രഹിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കും. അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഇല്ല. നേർമാർഗം ആഗ്രഹിക്കുന്നവർക്ക് അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ വിവരം ലഭിക്കാൻ തക്കവണ്ണം പരിശുദ്ധ ഖുർആനെയും പരിഭാവന സുന്നത്തിനെയും കാത്തു സൂക്ഷിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. ഖുർആനിൽ ഒരച്ചരിത്തെറ്റ് വന്നുപോയാൽ അതുപോലും തിരുത്തപ്പെടുന്നത് നാം കാണുന്നില്ലേ? നമസ്കാരത്തിൽ ഇമാം ഓതുമ്പോൾ വല്ല തെറ്റും വന്നു പോയാൽ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമുകളും ഓതിക്കൊടുക്കുന്നത് നമുക്ക് അനുഭവമാണല്ലോ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ മനഃപ്പാഠമാക്കി രാപ്പകൽ വ്യത്യാസമില്ലാതെ പാരായണം ചെയ്യുന്ന ഈ ഗ്രന്ഥം പോലെ മറ്റൊന്ന് ലോകത്തില്ല. എല്ലാ ഖുർആൻ കോപ്പികളും ഇല്ലാതെയായാലും അത് ആദ്യാവസാനം ഹൃദിസ്ഥമാക്കിയ ആയിരക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിൽ അത് നിലനിൽക്കും. വല്ലാതെ വിസ്മയിപ്പിക്കുന്ന വസ്തുതയത്രയേ അത്. ഈ നിലയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. മറ്റൊരു വേദഗ്രന്ഥവും ഇങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല. ഖുർആൻ മാത്രമാണ് ഇങ്ങനെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥം എന്ന സവിശേഷത നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും സംഭവ്യമല്ല. കാലാകാലങ്ങളിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പല മാറ്റത്തിരുത്തലും കൂട്ടിച്ചേർക്കലും നടത്തി ഖുർആൻ ഇറക്കി നോക്കിയിട്ടുണ്ട്. എല്ലാം പരാജയപ്പെട്ടുവെന്ന് മാത്രം. അത്തരം ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. മേൽ അവകാശവാദം മാത്രം മതി ഇത് ദൈവിക ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടാൻ. ഖുർആനെ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത് അഥവാ നബിചര്യയും കാത്തു സൂക്ഷിക്കൽ അനിവാര്യമായി വരുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമത്രേ. ഇറാനിലെ ഷിയാക്കൾക്ക് പ്രത്യേക മുസഹഫുണ്ട്. അത് രഹസ്യമായി അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. അത് അച്ചടിച്ച് പുറത്തുവിടുന്നില്ല. കാരണം അവരോട് ചോദിക്കണം. അള്ളാഹുവിൻ്റെ ഈ പ്രഖ്യാപനമാണ് യഥാർത്ഥ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെ ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 583.
സൂറത്തുൽ ഹിജ്ർ ആയത്ത് 10, പേജ് നമ്പർ 909. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ. നിനക്ക് മുമ്പ് പൂർവികരുടെ കക്ഷികളിൽ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ആയത്ത് 11. വമാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവരുടെ അടുക്കൽ ഏതൊരു ദൈവദൂതൻ വന്നപ്പോഴും അദ്ദേഹത്തെ അവർ പരിഹസിക്കാതെ ഇരുന്നിട്ടില്ല. ആയത്ത് 12. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. അപ്രകാരം ഈ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ ഇതിനെ നാം പ്രവേശിപ്പിക്കും. ആയത്ത് 13. ലാ യുഅ്മിനൂന ബിഹി. ഇതിൽ അവർ വിശ്വസിക്കുകയില്ല. വഖദ് ഖലത സുന്നത്തുൽ അവലീൻ. പൂർവികന്മാരുടെ മേൽ നടപടി കഴിഞ്ഞു പോയിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞവർ അവർക്ക് റസൂൽ വരികയും കിതാബ് ലഭിക്കുകയും ചെയ്തപ്പോൾ പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. ഈ ദുർജനങ്ങളുടെ ഹൃദയങ്ങളിൽ അത് നാം പ്രവേശിപ്പിക്കുമെങ്കിലും അവർ വിശ്വസിക്കുകയില്ല, അതിലവർ വഴങ്ങുകയില്ല. അവർ അതിനെ പരിഹസിക്കും. കടുത്ത ധിക്കാരവും വാശിയും കാരണം നിഷേധികൾ ഖുർആനിൽ വിശ്വസിക്കുകയില്ല, അതിനെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യും. എന്നാൽ വിനയമുള്ളവർ ചിന്തിച്ച് അതിനെ സത്യപ്പെടുത്തും, അതിൽ വിശ്വസിക്കും. വിശ്വാസി വിജയിക്കും, നിഷേധി നശിക്കും. ഖുർആൻ നിഷേധിക്ക് എതിരായ രേഖയായിത്തീരും, വിശ്വാസിക്ക് അനുകൂലമായ രേഖയുമായിത്തീരും. എന്നാൽ പൂർവികന്മാരിൽ നാം എടുത്ത നടപടി ഇവരിലും നടപ്പാക്കുമെന്ന് ഇവർ മനസ്സിലാക്കാത്തതെന്ത്? നമുക്കാരോടും പക്ഷഭേദമില്ല. തത്വത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ. ആളെ നോക്കുകയില്ല, വിഷയം നോക്കും. ആയത്ത് 14. വലൗ ഫതഹ്നാ അലൈഹിം ബാബൻ മിനസ് സമാഇ. ആകാശത്തിൽ നിന്നൊരു വാതിൽ അവർക്ക് നാം തുറന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഫളല്ലൂ ഫീഹി യഖ്റുജൂൻ. അങ്ങനെ അതിൽ അവർ കയറിപ്പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും. ആയത്ത് 15. ലഖാലു ഇന്നമാ സുക്കിറത് അബ്സാറുന. അവർ പറയും, ഞങ്ങളുടെ കാഴ്ചകൾക്ക് ലഹരി ബാധിച്ചിരിക്കുക മാത്രമാണ്. ബൽ നഹ്നു മഖൗമും മസ്ഹൂറൂൻ. മാത്രമല്ല, ഞങ്ങൾ അഭിചാരം ചെയ്യപ്പെട്ട ഒരു കൂട്ടമാകുന്നു എന്നും അവർ പറയും. പ്രവാചകൻ മലക്കുകളെ കൂടെ കൊണ്ടുവരാത്തതെന്ത് എന്നും മറ്റും അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ നിഷേധം എത്രത്തോളമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. ആകാശത്ത് കയറി ചെല്ലാൻ തക്കവണ്ണം ഒരു വാതിൽ തുറന്നു കൊടുത്തിട്ട് അവരതിലൂടെ കയറിപ്പോയാലും അവർ പറയും, ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നായിരിക്കും. അവർ പറയുക, ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നായിരിക്കും. പേജ് 910, ആയത്ത് 16. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജ. ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങളെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. നോക്കുന്നവർക്ക് അവയെ മനോഹരമാക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ണുകൊണ്ട് നോക്കുന്നവർക്ക് വളരെ ഭംഗിയും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് വളരെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. അതിനു ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണ് ഭൂമി. ഒരു ഗാലക്സിയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ എന്ന കണക്കിൽ 30,000 കോടി ഗാലക്സികളിൽ എത്ര നക്ഷത്രങ്ങളായിരിക്കും ഉണ്ടാകുക? അവക്കൊക്കെ അവയുടേതായ സഞ്ചാരപഥങ്ങളും അനന്തമജ്ഞാതമവർണ്ണനീയം. സുബ്ഹാനല്ലാഹ്. ആയത്ത് 17. വഹഫിദ്നാഹാ മിൻ കുല്ലി ശൈത്താനിർ റജീം. ആട്ടിയകറ്റപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും അവയെ നാം കാക്കുകയും ചെയ്തു. ആയത്ത് 18. ഇല്ലാ മൻ ഇസ്തറഖ അസ്സംഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. പക്ഷേ കട്ട് കേൾക്കാൻ വല്ല പിശാചും ശ്രമിച്ചാൽ പ്രത്യക്ഷമായ തീജ്വാല അവനെ പിന്തുടരുന്നതാകുന്നു. ആകാശത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പിശാചിന് സാധിക്കാത്തവണ്ണം പിശാചിനെ അള്ളാഹു അകറ്റി. ഒരു പിശാചും അങ്ങോട്ട് ചെല്ലുകയില്ല. ചില പിശാചുക്കൾ വല്ല വിവരവും കട്ട് കേൾക്കാൻ ശ്രമിച്ചു നോക്കും എന്ന് മാത്രം. പക്ഷേ അപ്പോൾ തന്നെ അവരുടെ നേരെ ഉൽക്ക എറിയപ്പെടുന്നതാകുന്നു. അത് തെളിഞ്ഞു കാണത്തക്കവണ്ണം വളരെ വ്യക്തമായിരിക്കും. പുരാതന കാലത്ത് പിശാചുക്കൾ ആകാശത്തിൻ്റെ അടുത്ത് കയറി ചെല്ലുകയും മലക്കുകൾ തമ്മിലുള്ള സംഭാഷണം വല്ലതും കേട്ട് മനസ്സിലാക്കി ഇറങ്ങിച്ചെന്ന് പിശാചിൻ്റെ ആരാധകരായ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് അവർ ജനങ്ങളുടെ ഇടയിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യൽ പതിവുണ്ടായിരുന്നു. അത് കേട്ട് വിശ്വസിച്ചിട്ട് ജനങ്ങൾ ആ ഗണിതക്കാരും ആഭിചാരകരും അദൃശ്യം പറയുന്നവരാണെന്ന് കണക്കാക്കി അവരെ ആരാധിക്കലുമുണ്ടായിരുന്നു. അവസാനത്തെ പ്രവാചകന്റെ കാലമായപ്പോൾ പിശാചുക്കൾ കയറി ചെല്ലുന്നത് അള്ളാഹു തടഞ്ഞു. കയറി ചെല്ലാൻ ശ്രമിക്കുന്ന പിശാചുക്കൾക്ക് ഉൽക്ക കൊണ്ട് ഏറുകൊള്ളാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിൽ ചുരുക്കി പറയുകയും സ്വഹീഹായ ഹദീസുകളിൽ വിശദീകരിച്ച് പറയുകയും ചെയ്തിട്ടുള്ള വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ആകാശത്ത് വെച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളോടുള്ള ഭക്തി നിമിത്തം മലക്കുകൾ ചിറകടിക്കും. ഒരു മിനുസമേറിയ വെള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെ ഇരിക്കും അത്. അവരുടെ മനസ്സുകളിൽ നിന്ന് നടുക്കം നീങ്ങുമ്പോൾ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് അവർ ചോദിച്ചറിയും.
ഇത് കട്ട് കേൾക്കുന്നവർ അഥവാ പിശാചുക്കൾ കേൾക്കും. അവർ ഒരാൾക്ക് മീതെ മറ്റൊരാളായി നിലകൊള്ളുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കേട്ടവൻ താഴെയുള്ളവർക്ക് അത് ഇട്ടുകൊടുക്കും. മുമ്പ് തന്നെ അവന് തീജ്വാല ബാധിക്കും. അതവനെ കരിച്ചു കളയുകയും ചെയ്യും. ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് അത് ഇട്ടുകൊടുക്കുന്നത് വരെ ജ്വാല ബാധിക്കാതെയും ഇരിക്കും. അങ്ങനെ അവരത് ഭൂമി വരെ എത്തിക്കും. എന്നിട്ട് അത് മാരണക്കാരുടെ അഥവാ ഗണിതക്കാരുടെ വായിൽ ഇട്ടുകൊടുക്കപ്പെടും. അവർ അതിൽ 100 കളവും ചേർക്കും. അങ്ങനെ ഇന്നിന്ന ദിവസം ഇന്നിന്നത് ഉണ്ടാകുമെന്ന് അയാൾ അഥവാ മാരണക്കാരൻ നമ്മോട് പറഞ്ഞില്ലേ, അത് യഥാർത്ഥമായി കണ്ടില്ലേ എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞേക്കും. ആകാശത്തിൽ നിന്ന് അഥവാ യഥാർത്ഥത്തിൽ കേട്ട ആ വാക്കായിരിക്കും അത്. ബുഖാരി 47:01 ആയത്ത് 19. വൽ അർദ മദദ്നഹ, ഭൂമിയെ നാം വിശാലമാക്കി. പേജ് 911. വഅൽഖൈനാ ഫിഹാ റവാസിയ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. വഅംബത്നാ ഫിഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ, അതിൽ തോത് നിർണ്ണയിക്കപ്പെട്ട എല്ലാ സാധനങ്ങളിൽ നിന്നും നാം മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലങ്ങളും കനികളുമെല്ലാം അന്യൂനവും സന്തുലിതവുമാണ്. പല നിലക്കുമുണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കൈകടത്തലുകളാണ് അവയിലൊക്കെ അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്നത്. ആയത്ത് 20. വജഅൽനാ ലക്കും ഫിഹാ മആയിഷ, അതിൽ നിങ്ങൾക്ക് ജീവിതോപാധികൾ നാം സൃഷ്ടിക്കുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചു. വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തവർക്കും അള്ളാഹു ജീവനോപാധികൾ നൽകുന്നു. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ വേലക്കാരും തൊഴിലാളികളുമായ മനുഷ്യരെയും നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ മറ്റാവശ്യങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും അവൻ സൃഷ്ടിച്ചു. ആഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്ത അനേകം ജീവികളുണ്ട്. അള്ളാഹുവാണ് അവയ്ക്കെല്ലാം ഭക്ഷണം നൽകുന്നത്. ഗർഭസ്ഥ ശിശുവിന് ആഹാരം നൽകുന്നത് അവനാണ്. അനേകം സൂക്ഷ്മജീവികളുമുണ്ട്. 1.5 കോടി സൂക്ഷ്മാണുക്കൾ ഒരു മനുഷ്യൻ്റെ വായിലുണ്ട് അത്രേ. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയവരാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ആയത്ത് 21. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, യാതൊരു സാധനവും അതിൻ്റെ ഖജനാവുകൾ നമ്മുടെ അടുക്കലുള്ള അവസ്ഥയിലല്ലാതെ അല്ല. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, അറിയപ്പെട്ട ഒരു കണക്കനുസരിച്ചല്ലാതെ അത് നാം ഇറക്കുന്നില്ല. സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ, കരയിലും കടലിലുമുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ എല്ലാ വക സാധനങ്ങളുടെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്. എത്ര കൊടുത്താലും കുറവ് വരികയില്ല. മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളുമെല്ലാം അവരവർക്ക് ആവശ്യമായതെല്ലാം ചോദിച്ചിട്ട് എല്ലാം കൊടുത്താൽ സമുദ്രത്തിൽ സൂചി മുക്കിയെടുത്താൽ വെള്ളം കുറയാത്തതുപോലെ അള്ളാഹുവിൻ്റെ ഖജനാവിന് ഒട്ടും കുറവ് വരികയില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. അഹ്മദ് 22:31. എത്ര വേണമെങ്കിലും ഉണ്ടാക്കലും കൊടുക്കലും അള്ളാഹുവിന് നിഷ്പ്രയാസമാണ് എന്ന് സാരം. പക്ഷേ ശരിയായി നിർണയിച്ചിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഓരോ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെയും സൃഷ്ടികളുടെയും ആവശ്യമനുസരിച്ച് അവൻ്റെ ഖജനാവുകളിൽ നിന്നും അവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സന്തുലിതമായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ കൈകടത്തൽ പരിധി വിടുമ്പോൾ സന്തുലിതാവസ്ഥ തെറ്റുന്നു.